ബാർബിക്യൂ നേഷൻ റെസ്റ്റോറൻറ്റ്. ഡേവിഡും മിൽട്ടണുമായുള്ള സംസാരം കേട്ട സ്റ്റെല്ല അയാളെ നേരിടുന്നു. മതിയാക്ക് നിന്റെ നല്ല പിള്ള ചമയൽ. എല്ലാം ഞാൻ കേട്ടു. എൻ്റെ പപ്പയെപ്പറ്റിയല്ലേ നിനക്ക് അറിയേണ്ടത്? എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം എൻ്റെ പപ്പ ആരാണെന്നും നീ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്നും. ദേഷ്യം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഡേവിഡിൻ്റെ മുഖം ശാന്തമായി. മനസാന്നിധ്യം വളരെ അത്യാവശ്യമാണിപ്പോൾ. സ്റ്റെല്ല, സമാധാനപ്പെടൂ. എല്ലാത്തിനും ലോജിക്കലായിട്ടൊരു വിശദീകരണമുണ്ടാകും. മിസ്റ്റർ ഡേവിഡ്, ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. യു ബെറ്റർ ടെൽ മീ വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ. ഡേവിഡിന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. ആരായിരുന്നു ആ ഫോണിൽ? അറിയില്ല സ്റ്റെല്ല. എൻ്റെ ക്ലയൻറ്റ്സ് ഒരിക്കലും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താറില്ല. എന്നെ കിഡ്നാപ്പ് ചെയ്യാനായിരുന്നോ നിങ്ങളുടെ പ്ലാൻ? അല്ല, സ്റ്റെല്ലയെ സുരക്ഷിതമായി ഒരിടത്തേക്ക് മാറ്റാൻ. നിന്റെ പപ്പായുടെ അടുത്തു നിന്നും പരമാവധി ദൂരത്തേക്ക് കൊണ്ടുപോകാൻ. എന്തിന്? അവളാകെ ചിന്താക്കുഴപ്പത്തിലായി. സ്റ്റെല്ല തന്നെയല്ലേ പറഞ്ഞത് പപ്പ വളരെ അപകടകാരിയാണെന്ന്? പക്ഷേ എൻ്റെ പപ്പ എനിക്കൊരു അപകടവും ഉണ്ടാക്കില്ല. നിങ്ങൾ മനഃപൂർവ്വം എന്നെ കൺഫ്യൂഷനിലാക്കുകയാണ്. സ്റ്റെല്ല, നിന്നെ കിഡ്നാപ്പ് ചെയ്യാനാണെങ്കിൽ എനിക്കത് പണ്ടേ ആകാമായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്ന യാത്രക്കിടയിൽ തന്നെ എനിക്കതാകാമായിരുന്നു, അല്ലേ? ആലോചിച്ചു നോക്കൂ. ശരിയാണെന്ന് അവൾക്കും തോന്നി. പക്ഷേ സോറി ഡേവിഡ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പപ്പയെ വിളിക്കാൻ പോവുകയാണ്. അവൾ പോക്കറ്റിൽ നിന്നും ഫോണിനായി പരുതി. ഓ ഷിറ്റ് സ്റ്റെല്ല, ഞാൻ പറയാൻ മറന്നു. നിന്റെ ഫോൺ എൻ്റെ കാറിനുള്ളിലാണ്. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അമ്മയുമായി സംസാരിച്ചതിന് ശേഷം നീ അത് ഡാഷ്ബോർഡിൽ വെച്ചത് ഓർക്കുന്നില്ലേ? നോ, എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അല്ല സ്റ്റെല്ല, എന്നെ വിശ്വസിക്കൂ. യു ചീറ്റ്. അവൾ പല്ലുകടിച്ചു. ഇതെല്ലാം അപ്പോൾ നീ പ്ലാൻ ചെയ്ത് തന്നെയാണ്. എൻ്റെ ഫോൺ ഞാനറിയാതെ? സംശയമുണ്ടെങ്കിൽ ഞാൻ താക്കോൽ തരാം. നീ തന്നെ പോയി ചെക്ക് ചെയ്തോളൂ. എന്നിട്ട് വേണം നിനക്ക് രക്ഷപ്പെടാൻ, അല്ലേ? ഓക്കെ, എങ്കിൽ ഞാനും കൂടെ വരാം. നീ തന്നെ കാർ തുറന്ന് ഫോൺ എടുത്തോളൂ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മിസ്റ്റർ വാൾട്ടറിനോട് സംസാരിക്കാം. കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയുകയാണ്. സ്റ്റെല്ല ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുക്കാനാകുന്നില്ല. ഒടുവിൽ അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ തിരിഞ്ഞു നടന്നു. അവളെ പിന്തുടർന്ന ഡേവിഡ് ആ സമയം തൻ്റെ ഫോണിൽ ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ലിഫ്റ്റിന് മുൻപിലെത്തിയ അവൾ അവൻ്റെ നേരെ കൈനീട്ടി. കാറിൻ്റെ താക്കോൽ തരൂ. അവൾ ഒട്ടും മടിക്കാതെ താക്കോൽ അവളെ ഏൽപ്പിച്ചു. ലിഫ്റ്റിൽ കയറാൻ കുറച്ചു പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റെല്ലയ്ക്ക് ആശ്വാസമായി. ഡേവിഡ് ലിഫ്റ്റിനുള്ളിൽ വെച്ച് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ എന്നൊരു ഭയമുണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ താഴെ പാർക്കിങ്ങിലെത്തി ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്നതും സ്റ്റെല്ലയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. വിജനമായിരുന്നു ബേസ്മെന്റ് ഫ്ലോർ. 2-3 സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്. പക്ഷേ അവർ എൻട്രൻസിനടുത്താണ്. ഉറക്കെ നിലവിളിച്ചാലും അവർ അടുത്തെത്തും മുമ്പ് ഡേവിഡ് ചിലപ്പോൾ തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകും. വല്ലാത്തൊരു അപകടത്തിലാണ് താനെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഒടുവിൽ, സ്റ്റേ ഹിയർ, ഞാൻ പോയി ഫോൺ എടുക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് അനങ്ങരുത്. തുടർന്ന് സീലിംഗിലെ ഒരു CCTV ക്യാമറയ്ക്ക് മുമ്പിൽ ചെന്ന് അതിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ അടുത്തു നിൽക്കുന്ന ഡേവിഡിന് നേരെ വിരൽ ചൂണ്ടി. തങ്ങളുടെ ചിത്രം ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു അവൾ. അടുത്ത നിമിഷം അവൾ തിടുക്കത്തിൽ അവൻ്റെ കാറിലേക്ക് ഓടി. കാർ അൺലോക്ക് ചെയ്തതും ഡോർ വലിച്ചു തുറന്ന് പാസഞ്ചർ സൈഡിലൂടെ അവൾ അകത്തേക്ക് കയറിയതും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. കാറിനുള്ളിൽ ഡാഷ്ബോർഡിൽ മുഴുവൻ പരതിയിട്ടും അവൾക്ക് തൻ്റെ ഫോൺ കണ്ടെത്താനായില്ല. പിന്നെ അവൾ കുനിഞ്ഞ് സീറ്റിനടിയിൽ നോക്കി. അവിടെയുമില്ല. അവൾ ആകെ പരിഭ്രാന്തയായി സീറ്റിനടിയിലെ ഗ്യാപ്പിലും മറ്റുമെല്ലാം വിരലുകൾ ഇറക്കി പരിശോധിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഡേവിഡ് ഇതെല്ലാം നോക്കി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വേർ ദ ഫക്ക് ഈസ് മൈ ഫോൺ? അവൾ അലറിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഹേ സ്വീറ്റി, ഇതാണോ നോക്കുന്നത്? പുറകിലെ സീറ്റിൽ നിന്നും പെട്ടെന്നാണ് ശബ്ദം കേട്ടത്. ഞെട്ടിത്തെരിച്ച് നോക്കിയ സ്റ്റെല്ല കണ്ടത് പാസഞ്ചർ സീറ്റിന് പുറകിൽ നിന്നും നിവർന്ന ഒരു യുവതി. അവളുടെ മുഖത്ത് ഒരു മാസ്ക് ഉണ്ടായിരുന്നു. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന തരം ഒരു ഗ്യാസ് മാസ്ക്. അവളുടെ ഒരു കയ്യിൽ സ്റ്റെല്ലയുടെ മൊബൈൽ ഫോൺ, മറ്റേ കയ്യിൽ ഒരു പെർഫ്യൂം ബോട്ടിൽ. ആരാ നീ? ചോദ്യം മുഴുവിപ്പിക്കാനായില്ല സ്റ്റെല്ലയ്ക്ക്. അപ്പോഴേക്കും ആ പെൺകുട്ടി കയ്യിലിരുന്ന പെർഫ്യൂം ബോട്ടിൽ സ്റ്റെല്ലയുടെ മുഖത്തേക്ക് തിരിച്ച് സ്പ്രേ ചെയ്തു. അപ്പോഴേക്കും ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ഡേവിഡ് ഡ്രൈവിംഗ് സൈഡിലെത്തി ഡോർ തുറന്നു. പുറകിൽ നിന്നും ആ യുവതി താൻ അണിഞ്ഞിരിക്കുന്ന തരം ഒരു മാസ്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇട്ടുകൊടുത്തു. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ഈ സ്പ്രേ എപ്പോഴും ഉപയോഗിക്കുന്നതാ. ഇന്നുവരെ എന്നെ ബാധിച്ചിട്ടില്ല. ഡേവിഡ് ആ പെൺകുട്ടിയെ നോക്കി.
നിങ്ങളുടെ ഇഷ്ടം. വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ബോധം പോവുക. പവർഫുൾ ഐറ്റമാണ്, റിസ്ക് എടുക്കണ്ട എന്ന് ഞാൻ പറയും. വളരെ സ്ഫുടമായ ഇംഗ്ലീഷിൽ ആ പെൺകുട്ടി മറുപടി പറഞ്ഞു. ഡേവിഡ് തർക്കിക്കാൻ നിന്നില്ല. അയാളും ആ മാസ്ക് എടുത്ത് തൻ്റെ മുഖത്തണിഞ്ഞുകൊണ്ട് കാറിനകത്തേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. ടൈമിംഗ് അപാരം കേട്ടോ. താങ്ക്സ്. കൃത്യസമയത്ത് തന്നെ നിങ്ങളെത്തി. പേരെന്താ നിങ്ങളുടെ? അയാൾ വണ്ടി എടുക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി പുറകോട്ട് തിരിഞ്ഞു നോക്കി. എൻ്റെ പേര് നതാലിയ മിഷൈലോവാന. എങ്ങനെയുണ്ട്? അവൾ പൊട്ടിച്ചിരിച്ചു. ഒരു റഷ്യൻ ചാരസുന്ദരിയുടെ പേര് പോലുണ്ട്. ഒരു പേരിൽ എന്തിരിക്കുന്നു മിസ്റ്റർ ഡേവിഡ്? നിങ്ങളുടെ പേരും റിയൽ അല്ലല്ലോ. നമുക്ക് പരസ്പരം വിളിക്കാൻ ഒരു പേര്, അത്രയേ ഉള്ളൂ. കൂടുതൽ പേഴ്സണൽ ആകാൻ നോക്കണ്ട. അത് ശരിവെക്കും വിധത്തിൽ തല കുലുക്കിക്കൊണ്ട് ഡേവിഡ് വണ്ടിയെടുത്തു. ബോധരഹിതയായ സ്റ്റെല്ലയെ സീറ്റിൽ ചാരിക്കിടത്തി സീറ്റ് ബെൽറ്റ് അണിയിക്കുന്ന തിരക്കിലായിരുന്നു നതാലിയ. വണ്ടി ഓടിത്തുടങ്ങി. മെയിൻ റോഡിലെത്തിയപ്പോൾ ഡേവിഡ് ഫോണിൽ നാവിഗേഷൻ എടുത്ത് പിറവം എന്നൊരു സ്ഥലം സെർച്ച് ചെയ്തു. എന്ത് പ്രായമുണ്ട് കുട്ടിക്ക്? 15? നതാലിയ ചോദിച്ചു. 18 എന്നോട് പറഞ്ഞത്. പാവം. ഇവളെ ഇനി അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കണോ? ആ മിൽട്ടണ്? വേണ്ട, അവളിനി നമ്മോടൊപ്പമായിരിക്കും. ഇതൊരു തീരുമാനമാകുന്നതുവരെ. നമുക്ക് സിറ്റി വിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകാം, ഏതെങ്കിലും ഒരു വില്ലേജ് ഏരിയ. പക്ഷേ എറണാകുളം ജില്ല വിടാനും പറ്റില്ല. എനിക്ക് സൗത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലവും അറിയില്ല ഡേവിഡ്. ഞാൻ മലയാളിയല്ല. പ്രശ്നമില്ല, എനിക്ക് പോകാനൊരിടമുണ്ട്. വളരെ ഐസൊലേറ്റഡ് ആയ ഒരു സ്ഥലം. ഏക്കർ കണക്കിന് നെൽപ്പാടത്തിന് നടുവിൽ ഒരു വീട്. ഇൻട്രസ്റ്റിംഗ്, നതാലിയ മന്ത്രിച്ചു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് കൊല്ലപ്പെട്ട ജിജോയുടെ അടുത്ത കൂട്ടുകാരനായ മനു വർക്കിയുടെ വീട്. നിർത്താതെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് വർക്കി ചെറിയാൻ വാതിൽ തുറന്നത്. മിസ്റ്റർ വർക്കിയല്ലേ? അതെ സാർ. അയാളുടെ സ്വരം വിറച്ചു. നിങ്ങളുടെ മകനില്ലേ ഇവിടെ, മനു? അവൻ സ്കൂളിലാണല്ലോ സാർ. മറ്റവൻ ഇവിടെയുണ്ട്, മൂത്തവൻ. സാർ അകത്തേക്ക് വാ. ഞങ്ങളിപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ശിവാനന്ദ് അകത്തേക്ക് കയറി. കൊച്ചു സ്കൂളിലില്ലേ സാർ? മനുവിൻ്റെ അമ്മ ഹാളിലേക്ക് ഓടി വന്നു. അവൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നോ? SI ശിവാനന്ദിൻ്റെ ചോദ്യങ്ങൾക്ക് യാതൊരു മയവും ഉണ്ടായിരുന്നില്ല. ഇന്നലെ? ആ സ്ത്രീ ആലോചിക്കുകയാണ്. അറിയാൻ മേല സാർ. ബെസ്റ്റ്. മകൻ രാത്രി വീട്ടിൽ വന്നോന്ന് നിങ്ങൾക്കറിയില്ല. നന്നായിട്ടുണ്ട്. അതെന്നാന്നറിയാവോ സാറേ? ഇന്ന് വൈകിട്ട് ഇവിടെ ഒരു പരിപാടിയുണ്ട്. മൂത്തവൻ ഇടയ്ക്ക് കയറി. റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം. അവന്മാർ ഫ്രണ്ട്സൊക്കെ കൂടി എന്തൊക്കെയോ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ റിഹേഴ്സലാണ് എന്നും രാത്രി. 1 മാസമായി തുടങ്ങിയിട്ട്. തൻ്റെ പേരെന്താ? ശിവാനന്ദൻ്റെ ശ്രദ്ധ അയാളിലേക്കായി. ഞാൻ മാർട്ടിൻ. ഞാൻ രാവിലെ മുതൽ അവൻ്റെ നമ്പർ ട്രൈ ചെയ്യുക. ഫോൺ ഓഫാ. എന്താ സാർ പ്രശ്നം? പ്രശ്നമാണ് മൊത്തം. ആ ചെറുക്കൻ സ്കൂളിലേക്കെന്നും പറഞ്ഞ് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കാറില്ലേ? അവനങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല സാർ. ക്ലാസ് കട്ട് ചെയ്തെങ്കിൽ ഞങ്ങളറിയില്ലേ. ഞാൻ ആ ജിജോയിനൊന്ന് വിളിക്കട്ടെ. മനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. മാർട്ടിൻ ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ ആരംഭിച്ചു. മാർട്ടിൻ. ശിവാനന്ദ് അയാളെ തടഞ്ഞു. ജിജോനെ വിളിച്ചിട്ട് ഇനി കാര്യമില്ല. SIയുടെ മുഖത്തു നിന്നും സംഭവം വളരെ സീരിയസ് ആണെന്ന് മാർട്ടിന് മനസ്സിലായി. എന്നാ സാറേ, അവൻ വല്ലതും ഒപ്പിച്ചോ? എനിക്കിപ്പോൾ മനുവിനെ കിട്ടണം. എന്താ ഒരു വഴി? വേഗം പറ. ശിവാനന്ദ് അക്ഷമനായിരുന്നു. എല്ലാവരും ഫോണെടുത്ത് പല നമ്പറുകളിലായി അന്വേഷണം തുടങ്ങി. ഓരോ കോൾ കഴിയുന്തോറും മനുവിൻ്റെ അമ്മയുടെ മുഖത്തെ ആദി കൂടിക്കൂടി വന്നു. സാറേ, എൻ്റെ കൊച്ച്. ആ സ്ത്രീ വിങ്ങിപ്പൊട്ടി. എന്നാ സാറേ പ്രശ്നം? നിങ്ങൾ അവൻ്റെ നമ്പർ ഇങ്ങ് തന്നേ. ശിവാനന്ദിൻ്റെ മുഖത്ത് യാതൊരു ദയയുമില്ല. മനുവിൻ്റെ നമ്പർ കിട്ടിയതും ശിവാനന്ദ് സൈബർ സെല്ലിലെ തൻ്റെ സുഹൃത്തിനെ വിളിച്ചു. രാജേഷേ, ഈ നമ്പർ ഒന്ന് നോക്കിക്കോണേ. ഇപ്പോൾ ഓഫാ. പക്ഷേ ഓഫാകുന്നതിന് തൊട്ട് മുൻപ് എവിടെ ആയിരുന്നു എന്നൊന്ന് ലൊക്കേറ്റ് ചെയ്യണം. അവർ 3-4 ഫ്രണ്ട്സുണ്ട്. ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒക്കത്തിൻ്റെയും ഫോൺ ഓഫാ. മാർട്ടിൻ പറഞ്ഞു. അവന്മാരുടെയൊക്കെ പേരും ഡീറ്റെയിൽസും ദേ ഇങ്ങനെ ഏൽപ്പിച്ചേര്. ശിവാനന്ദ് ഒരു കോൺസ്റ്റബിളിനെ ചൂണ്ടി. അതിലാർക്കേലും ഒരു നീല ബെൻസുണ്ടോ? ചോദ്യം ആ കോൺസ്റ്റബിളിൻ്റേതായിരുന്നു. ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആദ്യം പറ. നീല ബെൻസ് വിനോദിനില്ലേ? മാർട്ടിൻ തിരിഞ്ഞ് അപ്പനെ നോക്കി. ബഹളങ്ങളൊക്കെ കണ്ട് അന്തിച്ചു നിൽക്കുകയാണ് ആ പാവ മനുഷ്യൻ. ഒരു നീല വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ബെൻസാണോ എന്നാ കോപ്പാണോ എന്ന് ആർക്കറിയാം? വൃദ്ധന്റെ സ്വരത്തിൽ വല്ലാത്ത നിസ്സഹായതയുണ്ടായിരുന്നു. വിനോദ് പപ്പയുടെ പാർട്ട്ണറുടെ മോന. ബെൻസ് തന്നെയാ, ഉറപ്പാ. പക്ഷേ അവനാള് ഭയങ്കര ഡീസൻ്റാ സാർ. ബിടെക് ചെയ്യുന്നു ഇപ്പോൾ. മിടുക്കനാ. മിടുക്കന്മാരെയാ എനിക്ക് വേണ്ടത്. അവനെ ഒന്ന് വിളിച്ചേ. അല്ലെങ്കിൽ വേണ്ട. വെയിറ്റ്.
നമുക്ക് പുറത്തേക്ക് നിൽക്കാം. സൈബർ സെല്ലൊന്ന് തിരിച്ചു വിളിക്കട്ടെ. സാർ, എന്നതാ പ്രശ്നമെന്ന് അമ്മ ശിവാനന്ദിന്റെ മുൻപിലെത്തി കൈകൂപ്പി. പ്രശ്നമെന്താന്ന് തൽക്കാലം പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. കൊച്ചിന് അപകടമെന്തെങ്കിലും? അതറിയാനാണല്ലോ ഞങ്ങൾ ഈ തപ്പുന്നേ. പിള്ളേര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങോട്ടാ പോണെന്നോ എന്നതാ ചെയ്യുന്നതെന്നോ ഒരു വിവരവുമില്ല. ചുമ്മാ അങ്ങ് ഊരി വിട്ടേക്കുവാ. സാറ് ചെറുപ്പവാ. ഈ പ്രായമുള്ള മക്കളുണ്ടായാലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ. ഒരക്ഷരം മിണ്ടാൻ നിവൃത്തിയില്ല ഇപ്പോഴത്തെ പിള്ളേരോട്. ഇറങ്ങിപ്പോയിക്കളയും. അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാതെ പട്ടിണി കിടക്കും. തീ തിന്നാ സാറേ ഓരോ ദിവസവും ജീവിക്കുന്നേ. അതെ, എവിടെ ചെന്നാലും ഈ ഒരു ഡയലോഗുണ്ട് എല്ലാവർക്കും പറയാൻ. ശിവാനന്ദ് പല്ല് കടിച്ചു പിടിച്ച് പുറത്തേക്കിറങ്ങി. മാർട്ടിൻ അയാളെ അനുഗമിച്ചു. സൈബർ സെല്ലിൽ നിന്നും രാജേഷ് തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. രാജേഷ്, പറ. സാറേ, ആ ഫോൺ കരിങ്ങാച്ചിറ ഇൻഡസ്ട്രിയൽ ഏരിയ ടവറിന്റെ പരിസരത്താ അവസാനം ആക്റ്റീവായി കാണുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഓഫായി. ഓക്കെ, ഞാനിപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാം. വേറൊരു കോൾ ട്രേസ് ചെയ്യണം. ശിവാനന്ദ് ഫോൺ കട്ട് ചെയ്തു. ഈ കരിങ്ങാച്ചിറ ഭാഗത്ത് അവന് വല്ല ഫ്രണ്ട്സും ഉണ്ടോ മനുവിന്? മാർട്ടിനൊന്നും മടിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വിനോദ്, അവൻ്റെ വീട് അവിടെയാ, കരിങ്ങാച്ചിറ പള്ളിയുടെ അടുത്ത്. ഒരു കാര്യം ചെയ്, താൻ വിനോദിനെ ഒന്ന് വിളി. പക്ഷേ നമുക്ക് കോൾ ലൈവായിട്ട് ട്രേസ് ചെയ്യണം. ഞാൻ സെല്ലിൽ വിളിച്ച് അറേഞ്ച് ചെയ്യാം. സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കണം കേട്ടോ? ആയിക്കോട്ടെ സാർ. മാർട്ടിൻ്റെ മുഖത്താകെ പരിഭ്രാന്തി നിറഞ്ഞിരുന്നു. എന്തോ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഈ വിനോദ് മനുവും എങ്ങനാ, ഫ്രണ്ട്സാണോ? അങ്ങനെ വലിയ... മാർട്ടിൻ വീണ്ടും അടിച്ചു. കുറേ നാൾ മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു. മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കുറേ ബ്ലൂ ഫിലിംസ് കിട്ടിയായിരുന്നു. ഞാനൊരു ദിവസം ചുമ്മാ എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ കണ്ടതാ. അവനോട് ചോദിച്ചപ്പോൾ വിനോദ് കൊടുത്തതാണെന്ന് പറഞ്ഞു. പിന്നെ അമ്മച്ചി വിനോദിനെ വിളിച്ച് ആകെ പ്രശ്നമുണ്ടാക്കി. അതിൽ പിന്നെ അവൻ ഇതിലെ അധികം വരാറില്ല. അത് കേട്ടതും ശിവാനന്ദ് ആലോചനയോടെ മാർട്ടിന് നേരെ തിരിഞ്ഞു. മാർട്ടിൻ, തനിക്കൊരു കാര്യം അറിയോ? കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയാണ് ശിവാനന്ദ് എപ്പോഴും സംസാരിക്കുക. ഈ ബ്ലൂ ഫിലിം ഷെയർ ചെയ്യുന്നവന്മാർ പരസ്പരം വളരെ ക്ലോസ് ആയിരിക്കും. വെറും പരിചയക്കാർ ചെയ്യുന്ന പരിപാടിയല്ല അത്. അവർ ക്ലോസ് ആയിരുന്നു സാർ പണ്ടൊക്കെ. പക്ഷേ എന്തായാലും താൻ വിളി. ആ ബെൻസുകാർ ഒരു വലിയ പ്രശ്നമാണ്. അവൻ ഏതായാലും പൊക്കേണ്ടി വരും. എന്താ സാർ ബെൻസുകാരൻ്റെ ഇടപാട്? അതിന് മറുപടി പറയാതെ ശിവാനന്ദ് സൈബർ സെല്ലിൽ വിളിച്ച് കോൾ ട്രേസ് ചെയ്യാനുള്ള നടപടികൾ ചെയ്തു. ഒപ്പം വിനോദിൻ്റെ ഫോൺ ഇപ്പോൾ ആക്റ്റീവാണെന്നും ഉറപ്പാക്കി. ഓക്കെ, വി ആർ ഗുഡ് ടു ഗോ. ഡയൽ ചെയ്തോളൂ. മാർട്ടിൻ ഡയലിംഗ് തുടങ്ങിയതും സൈബർ സെല്ലിൽ നിന്നും കോൾ വന്നു. സാർ, രാജേഷാ. എന്താടോ, ഞങ്ങളിതാ വിളിക്കാൻ പോവുക. അതെ സാറേ, അവനോടെ വാട്സപ്പിൽ വിളിക്കാൻ പറ. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റവൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടും. ആഹാ, കൊള്ളാലോ. ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രൈവസി വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് ഈ സംവിധാനം ഉപയോഗിക്കരുതെന്നാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. രാജേഷിൻ്റെ മോൻ +2 അല്ലേ? അതെ. എന്താ സാർ? ആ പ്രായത്തിലൊരുത്തിൻ്റെ പോസ്റ്റ്മോർട്ടം അറേഞ്ച് ചെയ്തിട്ടാ ഞാനിപ്പോൾ വന്നേക്കുന്നേ. പ്രൈവസി ഒന്നും നോക്കണ്ട. എത്രയും വേഗം ഇവന്മാരെ പൊക്കിയില്ലെങ്കിൽ കളി ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ല. ഓക്കെ സാർ. രാജേഷിൻ്റെ സ്വരം മാറിയിരുന്നു. വാട്സാപ്പിൽ വിളിക്ക്. ശിവാനന്ദ് മാർട്ടിനോട് ആവശ്യപ്പെട്ടു. കുറേ നേരം റിങ് ചെയ്തിട്ടാണ് അപ്പുറത്ത് വിനോദിൻ്റെ ശബ്ദം കേട്ടത്. ആ മാർട്ടി, പറയടാ. നീ എവിടെയാടാ? ഞാൻ വീട്ടിലുണ്ട്. എന്നാ വിളിച്ചേ? ഇവിടുത്തെ ചെറുക്കൻ നിന്റെ കൂടെയുണ്ടോ? വിനോദിൻ്റെ മുകളിൽ ഒരു പന്തിയില്ലായ്മ. അവനൊന്ന് കൊടുത്തേടാ. രാവിലെ മുതൽ ഫോൺ ഓഫാ. ഇവിടെ അമ്മച്ചി കിടന്ന് ബഹളം വെക്കുന്നു. അതെ മാർട്ടി, നിന്റെ കൂടെ ഇപ്പോൾ വല്ലവരുമുണ്ടോ? വിനോദിൻ്റെ സ്വരം നന്നേ താഴ്ന്നിരുന്നു. ഇല്ല എന്ന് ശിവാനന്ദ് ആംഗ്യം കാട്ടി. ഇല്ലടാ, ഞാൻ ഒറ്റയ്ക്കാ. എന്നാടാ? ഡാ, ഇന്നലെ രാത്രി ഒരു പ്രശ്നമുണ്ടായി. പിള്ളേര് ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. മാർട്ടിൻ അക്ഷമനായി നോക്കി നിൽക്കുന്ന ശിവാനന്ദിനെ നോക്കി. ഇന്നലെ ആ ചെറുക്കനില്ലേ ജീജോ, അവൻ ഏതാണ്ട് മരുന്നും കൊണ്ട് വന്നു. പുതിയ ഏതാണ്ട് സാധന. എന്നിട്ട് ആ പൊട്ടൻ ആകെ പുലിവാലാക്കി. ഷൈൻ ചെയ്യാനങ്ങാണ്ട് നോക്കിയതാ. കുറേ അങ്ങ് വലിച്ചു കയറ്റി. അവസാനം മൂക്കിന്ന് ബ്ലഡൊക്കെ വന്ന് ആകെ സീനായി. ഞാനിതൊന്നും അറിയുന്നില്ല. നല്ല ഉറക്കത്തിലായിരുന്നു. രാത്രി ഒരു 2 മണി നേരത്ത് നമ്മുടെ പയ്യൻ എന്നെ വിളിച്ചു, അത്യാവശ്യമായിട്ട് ചെല്ലാൻ. വിളി കേട്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു പണിയായെന്ന്. മനു ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പിന്നെ അവിടുന്ന് ഓടിപ്പിടിച്ച് സ്ഥലം എത്തിയപ്പോഴേക്കും ജീജോ ഓഫായി കിടക്കുക. പൾസൊന്നുമില്ല. വായിന്ന് നുരയും പതയും. മറ്റവരാണെങ്കിൽ ഭയങ്കര കരച്ചിലും. ഞാൻ പിന്നെ ഒക്കത്തിനെയും പൊക്കിയെടുത്ത് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ജീജോ... ദൈവമേ, ഹൃദയം നിന്ന പോലെ തോന്നി മാർട്ടിന്. ഇപ്പം നീ എവിടാ? ഞാൻ കരിങ്ങാച്ചിറയിൽ വീട്ടിലുണ്ട്.
നീ ഇപ്പോൾ ആരോടും പറയണ്ട. ഞാൻ എല്ലാം ഒന്ന് തണുത്തിട്ട് പിന്നെ വിളിക്കാം നിന്നെ. എനിക്കിപ്പോൾ അവനെ കാണണം. ഞാൻ വരുവാ നിന്റെ വീട്ടിലേക്ക്. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. മാർട്ടിൻ ശിവാനന്ദനെ നോക്കി. അയാൾ ഓക്കെ എന്ന് ആംഗ്യം കാട്ടി. ഫോൺ കട്ട് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ സൈബർ സെല്ലിൽ നിന്നും വിളി വന്നു. സാറേ, അവന്മാരിപ്പോൾ അങ്കമാലിക്കടുത്ത് എളവൂർ കവല എന്നൊരിടത്താ. കറക്റ്റ് ലൊക്കേഷൻ ഞാനിപ്പോൾ സാറിന് വാട്സപ്പ് ചെയ്യാം. സാർ GPS നോക്കി പോയാൽ മതി. ഓക്കെ, ഉറപ്പാണല്ലോ അല്ലേ? കാരണം അവന്മാരിപ്പോൾ കരിങ്ങാച്ചിറയാണെന്നാ നമ്മളോട് പറഞ്ഞ്. അതെ സാർ, ഞാനും കേട്ടായിരുന്നു. സാറ് ധൈര്യമായിട്ട് അങ്കമാലിക്ക് വിട്ടോ. ഗൂഗിൾ മാപ്സ് നമ്മളെ ചതിക്കില്ല. ഫോൺ കട്ട് ചെയ്തതും ശിവാനന്ദ് ജീപ്പ് എടുക്കാൻ ഡ്രൈവറോട് ആംഗ്യം കാട്ടി. മാർട്ടിൻ, നിന്റെ മിടുക്കൻ വിനോദ് എവിടെയാണെന്നാ നിന്നോട് പറഞ്ഞ്? കരിങ്ങാച്ചിറ. അവൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. കരിങ്ങാച്ചിറ? അവൻ്റെ അമ്മയുടെ. കേരള പോലീസിൻ്റെ അടുത്ത് അവൻ്റെ കളി. എന്തായാലും നീയും കയറ്. അവന്മാർ അങ്കമാലിയിലാ.